പുതിയ ഗവർണർ ചുമതലയേറ്റ് കഴിഞ്ഞ് ഒന്ന് ആശ്വാസത്തോടെ ഇരിക്കാമെന്ന് കരുതിയപ്പോൾ അതിനും സമ്മതിച്ചില്ല. കൊടുത്തു പിണറായിക്ക് നല്ല ഇടിവെട്ട് പണി. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ആകില്ല രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ചുമതല ഏറ്റെടുത്ത ആദ്യ ദിനം തന്നെ ഇതിന്റെ സൂചനകൾ സംസ്ഥാന സർക്കാരിന് കിട്ടി. സുരക്ഷാ ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള സർക്കാരിന്റെ നീക്കം തടുത്ത പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നൽകുന്നതും വ്യക്തമായ സന്ദേശമാണ്. ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ നിയോഗിച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത്. ഇതിനായി DGPയുടെ ചുമതലയുള്ള ADGP മനോജ് എബ്രാഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി. ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വിശ്വസ്തരായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനായിരുന്നു ശ്രമം. പുതിയ ഗവർണറെ നിരീക്ഷിക്കാനുള്ള സർക്കാർ തന്ത്രമായിരുന്നു ഇതിന് പിന്നിൽ. സർക്കാരിനെതിരെ ഗവർണർ നീങ്ങുമെന്ന സംശയം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. ഇതാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മാറ്റത്തിൽ പ്രതിഫലിച്ചതെന്നാണ് വിലയിരുത്തൽ. ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറെ അറിയിച്ചത്. രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർക്ക് തന്നെ നിരീക്ഷിക്കാനുള്ള നീക്കത്തിൽ സംശയം ശക്തമായി. മനോജ് എബ്രാഹാമിന് ഇക്കാര്യം അറിയിക്കുകയും കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുകയുമായിരുന്നു. ഗവർണറുടെ ആവശ്യം മനോജ് എബ്രാഹാം അംഗീകരിച്ചു. രാജ്ഭവനിലെത്തി കണ്ടു. അതിനുശേഷം തിരുത്തലിനും തയ്യാറായി. ഏതെല്ലാം ഉദ്യോഗസ്ഥർക്കാണ് ഇതിന്റെ ആനുകൂല്യം കിട്ടുക എന്നത് വ്യക്തമല്ല. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ADCയെ റെയിൽവേയിലേക്ക് സർക്കാർ മാറ്റിയിരുന്നു. IPSകാരുടെ സ്ഥലം മാറ്റം സർക്കാരിന്റെ അധികാര പരിധിയിലാണ്. ഇതിൽ തിരുത്തൽ ADGPക്ക് കഴിയുകയുമില്ല. മനോരമയാണ് ആർലേക്കറിന്റെ ഇടപെടൽ വാർത്തയാക്കിയത്. ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ആർലേക്കർ നൽകുന്നത് എന്ന തരത്തിലാണ് വാർത്ത. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറായി കഴിഞ്ഞ ദിവസമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വ്യാഴാഴ്ച രാവിലെ 10:30 രാജ്ഭവനിൽ നടന്ന ചടങ്ങിലാണ് ആർലേക്കർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധൂക്കർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, ഗവർണറുടെ ഭാര്യ അനഘ ആർലേക്കർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. തീർത്തും ഊഷ്മളമായിരുന്നു ചടങ്ങുകൾ. അതിനുശേഷമാണ് രാജ്ഭവനിലെ മാറ്റങ്ങളിൽ ആർലേക്കർ ഇടപെടൽ നടത്തിയത്. ഗോവ നിയമസഭ മുൻ സ്പീക്കറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബീഹാർ ഗവർണറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഹിമാചൽ പ്രദേശ് ഗവർണറായും അദ്ദേഹം സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 1980കളിൽ തന്നെ ഗോവ BJPയിൽ സജീവ സാന്നിധ്യമായിരുന്നു. പാർട്ടിയിൽ വിവിധ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. RSS പ്രചാരകനായിരുന്നു മുൻപ്. 2015ൽ ഗോവ മന്ത്രിസഭാ പുനഃസംഘടനയിലെ ആർലേക്കർ വനം വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2021ലാണ് ഹിമാചൽ പ്രദേശിലെ ഗവർണറായി നിയമിതനായത്. പിന്നീട് 2023ൽ ബീഹാർ ഗവർണറായി നിയമിതനായത്. ഇന്ന് രാവിലെ അദ്ദേഹം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനവും നടത്തി. ക്ഷേത്രത്തിലെത്തിയ ഗവർണറെ BJP സംസ്ഥാന സെക്രട്ടറി കരമന ജയന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിലെ ഓണവില്ല് ഗവർണർക്ക് സമ്മാനിച്ചാണ് യാത്രയാക്കിയത്.